പ്രണയം എന്ന് പറയുന്നത് നമുക്ക് ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. സാധാരണ ഒരു നിലപാടതാണ്. അത് സാധാരണ ഒരു നിലപാടാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് കൂടി ചെയ്യുന്നത് ഇപ്പം അഭിമുഖങ്ങളിലിരുന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ആളുകളോട് അത് കാണിക്കുന്നു. പക്ഷെ ഇതിനെ ഇതിനെ എങ്ങനെയാ ആസ്വദിക്കുക, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാ ശരിക്കും പ്രാക്ടിക്കലി പോസിബിൾ ആക്കുക? അതായത് സുധിച്ചേട്ടനെ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സത്യമാണ്. സുധിച്ചേട്ടനുള്ള പ്രണയം എന്തായാലും അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും സുധിച്ചേട്ടൻ്റെ വൈഫായിട്ട് തന്നെ ഇരിക്കുന്നത്. മരണത്തിനപ്പുറം ഒരു എന്താ പറയുക, നമ്മുടെ മാനസികമായിട്ട് ഒരുപാട് അടുത്താണ് സുധിച്ചേട്ടനുമായിട്ട്. അപ്പം സുധിച്ചേട്ടൻ മരിച്ചു പോയെന്ന് മറ്റുള്ളവർ പറയുമെങ്കിലും എനിക്കിപ്പോഴും എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള, ഈ വീട്ടിൽ വന്നാൽ തന്നെ അല്ലെങ്കിൽ ഈ വീട്ടിൽ എല്ലായിടത്തും സുധിച്ചേട്ടൻ്റെ സാന്നിധ്യം ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ചേട്ടനുള്ള പ്രണയം അല്ലെങ്കിൽ സ്നേഹം കുറയുന്നതിന് യാതൊരുവിധ കാരണവുമില്ല. മരിച്ച് മൺമറഞ്ഞു പോയെന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സാണ് എനിക്ക്. ഈ ചോദിക്കുന്നത് ഇപ്പോൾ എത്രത്തോണ്ട് എളുപ്പമാണ് റീകളക്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും കുറേ ഇടങ്ങളിൽ അത് കേട്ടത് കൊണ്ട് പറയുക, ശരിക്കും നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ്? ഞങ്ങളുടെ ലവ് സ്റ്റോറി, ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഒന്നിപ്പിച്ചത് മൂത്ത മോനാണ്, കിച്ചുവാണ്. കിച്ചുവാണ് അതിൻ്റെ ആള്. അപ്പം അത് ഓർക്കുകയെന്ന് വെച്ചാൽ എനിക്ക് സുധിച്ചേട്ടനെ നേരിട്ട് പരിചയമില്ലായിരുന്നു. ഇവരുടെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, സുബീഷ് ഗിന്നസ് എന്ന് പറയുന്നത് ചേട്ടനാണ് സുധിച്ചേട്ടനെ നമ്പർ തന്നത്. ഞാനിങ്ങനെ ചോദിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സുധിച്ചേട്ടനെ. അങ്ങനെ ജഗദീഷ് ചേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ചേട്ടല്ലേ സുധിച്ചേട്ടൻ, ചേട്ടൻ്റെ നമ്പർ എന്തരോ ചോദിച്ചു. അതാണ് ജഗദീഷ് ചേട്ടൻ മകനുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. ജഗദീഷ് ചേട്ടൻ ഇത് സ്റ്റാർ മാജിക്കിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജഗദീഷ് ചേട്ടൻ വന്ന സമയത്ത്. കാരണം സുധിച്ചേട്ടൻ ചേട്ടൻ പണ്ട് തൊട്ടേ ജഗദീഷ് ചേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ആയിരുന്നല്ലോ. അപ്പം അന്ന് സ്റ്റാർ മാജിക്കിൽ ജഗദീഷ് ചേട്ടനായിരുന്നു ഗസ്റ്റ്. അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പാട്ട് പാടിയ ഫോട്ടോ ആണ് ഇവിടെ ഇരിക്കുന്നത്. അതൊരു സുധിച്ചേട്ടൻ്റെ ഒരു ഫാൻസുകാർ കൊടുത്തതാണ് ഫോട്ടോ. അപ്പം അങ്ങനെ ജഗദീഷ് ചേട്ടനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ സുധിച്ചേട്ടൻ്റെ കാര്യം ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ നമ്പർ കിട്ടി. പക്ഷെ അതൊരു പഴയ നമ്പറാണ് തന്നത്, അത് യൂസ് ചെയ്യാത്ത നമ്പറാണ്. പിന്നീടാണ് കിച്ചു പറയുന്നത് ഇത് അച്ഛൻ്റെ പഴയ കാലത്തെ നമ്പറാണ് അമ്മയത്. എനിക്കറിയില്ലല്ലോ. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമ്പർ കോൺടാക്റ്റ് ഇല്ല, ഇതൊന്നും പറ്റണില്ല, വാട്സപ്പ് ഒന്നും ഇല്ല, വേറെ മര്യാദയ്ക്ക് വേറെ നമ്പർ തരാൻ പറഞ്ഞു. അങ്ങനെ സുബീഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ വഴക്ക് പിടിച്ചാണ് ആ നമ്പർ മേടിച്ചത്. അങ്ങനെ സുധീഷ് ചേട്ടനായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം കുറേ നാൾ സംസാരിച്ചു. അപ്പോൾ ഒരിഷ്ടം തോന്നി. അപ്പോൾ ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു ഒരു ദിവസം എന്നെ മോനും കാണാൻ വരുമോ, കാണാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, അമ്മയാന്ന് പറയട്ടെ, എനിക്കിഷ്ടമാണ്. ഞാൻ കാണാൻ വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ തന്നെ കിച്ചു പറഞ്ഞു ഇത് മതി, ഈ അമ്മേനെ മതി അച്ഛാന്ന് പറഞ്ഞു കിച്ചു. അങ്ങനെയായിരുന്നു സ്നേഹത്തിൻ്റെ ആദ്യം കാണുന്നത്. ആദ്യം അങ്ങനെയാണ് രണ്ടുപേരും ഒരുമിച്ച് കാണുന്നത് എറണാകുളത്ത്. ഈ സുധി എന്ന് പറയുന്ന കലാകാരൻ, അപ്പം അദ്ദേഹം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വിധം ഫ്ലോറിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ, ഐ മീൻ സ്റ്റാർ മാജിക് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഫേമസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിക്കുന്നു, എല്ലാ ബ്രേക്കിൻ്റെ സമയത്തും നിങ്ങളെ വിളിക്കുന്നു. സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ പ്രണയം പ്രകടിപ്പിക്കുന്നതിട്ടും കുറവ് വരുത്തിയിട്ടുള്ള ഒരാളല്ല. ഒരു കുറവില്ല. ആരും നിന്നാലും വാവക്കുട്ടേന്നേ വിളിക്കത്തുള്ളായിരുന്നു. എനിക്ക് നാണമായിരുന്നു, ഇതെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്, എല്ലാവരും കേക്ക് ഇങ്ങനെ വിളിക്കാവോ. ഞാൻ എൻ്റെ വാവക്കുട്ടനെ ആരും നിന്നാലും വാവക്കുട്ടേന്നേ വിളിക്കത്തുള്ളൂ. എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, ആൾക്ക് ഇച്ചിരി ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നെ രേണു എന്ന് വിളിക്കും, രേണു എന്ന് വിളിക്കും. അല്ലാതെ എന്നെ എടീന്നും വിളിച്ചിട്ടില്ല. ഇന്നീ നിമിഷം വരെ, മരിക്കുന്നോണം വരെ എടീന്നും വിളിച്ചിട്ടില്ല. രേണു എന്ന് ദേഷ്യപ്പെട്ട് മാത്രം വിളിക്കും, അല്ലാതെ വാവക്കുട്ടേന്നേ വിളിക്കത്തുള്ളൂ. ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സൗന്ദര്യപ്പണങ്ങളൊക്കെ കാണുമല്ലോ, ദേശത്ത് രേണു എന്ന് വിളിക്കും. അതെല്ലാം വാവക്കുട്ട. അതിപ്പോൾ ആര് നിന്നാലും ഷൂട്ടിലാണെങ്കിലും പുള്ളി കോൾ ചെയ്യുമ്പോഴത്തേനും വാവക്കുട്ട എന്ന കാര്യം അങ്ങനെ ചോദിക്കത്തുള്ളൂ. അത് സ്നേഹത്തിന്റെ ഒരു പ്രകടനം തന്നെയാണല്ലോ വിളികൾ. ഈ പുതിയൊരു ജോലിയിലേക്ക് കടന്നിരിക്കണോ? ജോലി ആയിട്ടില്ല, അതല്ല നാടക പ്രവർത്തനം കാര്യമായിട്ട് നടക്കുന്നു. മറ്റ് കാര്യങ്ങളിലൊക്കെ വ്യാപൃതയാണ്. ഇതൊക്കെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇപ്പം നാടകമൊക്കെ ചെയ്യുന്ന സമയത്തും മനസ്സരീരൊക്കെ അവിടെ നിലനിർത്തിയിട്ട് അതിനെ മാക്സിമം കമ്മിറ്റ്മെന്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? തീർച്ചയായിട്ടും. കുഞ്ഞിലോട്ട് നാടകം ഭയങ്കര ഇഷ്ടമാണ്. 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയുടെ വീട്ടില് അമ്പലമുണ്ട് തൊട്ടടുത്ത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ചങ്ങനാശ്ശേരി അണിയറയുടെ നാടകം, ഒരു 13 വർഷത്തെ നാടകം ഇരുന്ന് കാണുക. 13 വർഷം നാടകം അവരുടെ ആയിരുന്നു. അപ്പൊ എല്ലാ വർഷവും ഇരുന്ന് കുഞ്ഞിലെ ഇരുന്ന് കാണും. അപ്പൊ നാടകത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ തൊട്ടേ. അവർ ലൈവായിട്ട് അഭിനയിക്കുന്നു, അവർ സംസാരിക്കുന്നു, അവരും നമ്മുടെ മുന്നിൽ സ്റ്റേജിൽ
ലൈറ്റ് അതൊക്കെ കാണുമ്പോൾ രംഗം മാറുന്നു, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് കുഞ്ഞിലെ തൊട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നാടകം നടി ആകണമെന്ന്. അപ്പൊ അതുള്ളിൽ കിടന്ന് അത് പിന്നെ സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറെ നാൾ കഴിയുമ്പോഴാണ് നാടകം അവർ വിളിക്കുന്നതും. സംഘമിത്രയാണ് വിളിച്ചത്, കൊച്ചിൻ സംഘമിത്രയിലെ സതീഷ് ചേട്ടനാണ് വിളിച്ചത്. ചേട്ടൻ വിളിച്ച് അവർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ അഭിനയിക്കുമെന്ന്, ഒന്നും അറിയത്തില്ല. കാരണം ഏതൊരു ഈ കേരളത്തിലെ ഏത് പ്രൊഫഷണൽ നാടകം എടുത്താലും അവരൊക്കെ ഫസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കൊടുക്കുക എനിക്കറിയത്തില്ല ആദ്യമായിട്ട് അഭിനയിക്കാൻ, കാരണം അതും പേരുകേട്ട സമിതിയാണല്ലോ. പക്ഷെ അവരെന്തോ സതീഷേട്ടൻ അങ്ങനെ തോന്നി എന്നെ വിളിക്കാൻ. സതീഷേട്ടനും അറിയത്തില്ല ഞാൻ അഭിനയിക്കുമെന്ന്, എനിക്കും അറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നത്. പക്ഷെ എന്തായാലും റിഹേഴ്സൽ 10-15 ദിവസം 2 ഷെഡ്യൂളായിട്ട് റിഹേഴ്സൽ നടന്നു. എന്തായാലും നല്ലൊരു ക്യാരക്ടർ കിട്ടി. ഇപ്പോഴും നാടകം ഓടിക്കൊണ്ടിരിക്കുന്നു വേദികളിൽ. ഇരട്ട നഗരം നാടകത്തിന്റെ പേര്. പുതിയ തലമുറയുടെ ഒരു കഥയൊക്കെയാണ് കാണിക്കുന്നത്. ഈ പുതിയ അതൊരു പ്രൊഫഷണലായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു ജോലിയായിട്ട് തന്നെയാണ്. അതുപോലെ എനിക്ക് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവും നമ്മള് നാടകത്തിന് പോകുമ്പോഴും അമ്പലത്തിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോഴും പ്രോഗ്രാമിൽ സുധിച്ചേട്ടനോട് ഇഷ്ടമുള്ള ഒത്തിരി പേര് എന്നെ തിരിച്ചറിഞ്ഞിട്ട് ഓടി വരും. ഏട് ചേച്ചി അല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ചേട്ടനെ ഇപ്പോഴും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായും അതാണ് ഭയങ്കര വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് പ്രോഗ്രാമിലൊക്കെ പോകുന്നത്. സന്തോഷം ഉള്ളിൽ തന്നെയാണ്, സന്തോഷം തന്നെയാണ് നമ്മൾ അഭിനയിക്കുന്നതെല്ലാം. ഈ രേണു സന്തോഷിക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ലേ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കുറച്ച് പേർക്കേ ഉള്ളൂ കേട്ടോ. കുറച്ച് പേര് ഫുള്ള് സപ്പോർട്ട്. ചേച്ചി ഇങ്ങനെ തന്നെ പോകണം, രേണു ഇങ്ങനെ തന്നെ പോകണം, രേണു കരഞ്ഞ മൂലക്ക് ഇരിക്കേണ്ടവളല്ല. പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, നിന്ന് ചീത്തയായിരിക്കും. ഞാൻ ആദ്യം ഒന്ന് റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു കമന്റ്സിന്. ഇപ്പൊ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കാണുന്നതിന് ഞാൻ കൊടുക്കും. കാരണം ഇവരോർക്കണം ഞാനിതൊന്നും വായിക്കുന്നില്ല. അന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത വാക്കുകളൊന്നും കൊടുക്കത്തില്ല, മാന്യം മര്യാദയ്ക്ക് തന്നെ അവർക്കുള്ള ആൻസർ കൊടുക്കും. അതുപോലെ ഇന്നലെ ഒരു കമന്റ് വന്ന് പച്ചയ്ക്ക് ചീത്ത വിളിച്ച്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ മര്യാദയ്ക്ക് നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ സോറി ചേച്ചി എന്നാൽ ഡിലീറ്റ് ആയിരിക്കുന്നത്. വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണ് അവൻ പറഞ്ഞത്. ഏതായാലും ഞാൻ അന്നേരം സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടു. കാരണം ഞാൻ റിപ്ലൈ കൊടുത്തു, പബ്ലിക്കായിട്ട് ഞാൻ അവന് പിൻ ചെയ്തിട്ട് റിപ്ലൈ കൊടുത്ത്. നിനക്കിട്ടുള്ളത്, അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ്. ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കത്തില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് സുധിച്ചേട്ടൻ്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇതിനുള്ള വേറെ എന്തും ഞാൻ സഹിക്കും, പക്ഷെ ഇതിനുള്ള ഉത്തരം മരിച്ചുപോയ എൻ്റെ ഹസ്ബൻഡ് അല്ലെ പോട്ടെ, മരിച്ചുപോയൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി ഒരു വൃത്തികെട്ട രീതിയിൽ അത് എന്നെപ്പറ്റിയും അദ്ദേഹത്തെ പറ്റിയും എഴുതിയപ്പോൾ ഒന്നും ഞാൻ ഇതിനകത്തൊന്നും ഉത്തരം പറഞ്ഞു. നീ നിയമത്തിന് മുന്നിൽ വന്ന് നീ ഇതിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ മെസ്സേജ് പബ്ലിക്കായിട്ട് അവൻ സോറി ചേച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് എല്ലാം ഡിലീറ്റ് ആക്കിപ്പോയി. പബ്ലിക്കായിട്ടുള്ള കമൻറ്റ് ഡിലീറ്റ് ആക്കിപ്പോയി. അങ്ങനെ